ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഉത്തരം പറയുക, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക മാത്രമല്ല, മുഖ്യമന്ത്രി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച്, നേരത്തെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പാർട്ടി ലീഡറായി നിന്നുകൂടിയാണ് മുഖ്യമന്ത്രി. ചിലയിടത്ത് അദ്ദേഹം പറഞ്ഞതൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ വാർത്താ സമ്മേളനമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ചില രാഷ്ട്രീയമായി ചോദിച്ച ചില ചോദ്യങ്ങളിലെ ഒരു ഗൗരവമായ വശം, ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ പ്രതികളായിട്ടുള്ള പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിൽ നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചോദ്യങ്ങൾ അത് അവിടെ കണ്ടല്ലോ, അവിടെ പോയല്ലോ എന്ന നിലയ്ക്ക് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ അടക്കം നേരിട്ടിട്ടുള്ള തിരസ്കരണമുണ്ട്. കാണാനൊരു അനുമതി പോലും സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ചെല്ലാൻ കിട്ടാതെ കേരള ഹൗസിൽ കഴിയേണ്ടി വന്ന കെ കരുണാകരൻ, അത് കേരള രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു ചരിത്രമാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ, രാജ്യത്തെ തന്നെ നിരവധി അനുഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രതികൾ വളരെ സുപ്രധാനമായൊരു വ്യക്തിയുടെ വസതിക്കുള്ളിൽ പോയതിനെക്കുറിച്ച് ചോദിച്ചത്. മുമ്പ് പറഞ്ഞ പോലെ പൊതുസമൂഹം ഗൗരവത്തോടെ ചർച്ച ചെയ്യാൻ പ്രാപ്തമായ വിധത്തിൽ ആ വിഷയത്തെ മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിക്കുകയായിരുന്നു. മറുഭാഗത്ത് അന്വേഷണം മുന്നോട്ട് പോകുന്നതിലും കോടതി അത് അംഗീകരിച്ചതിലും, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അത് അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനൊരു പ്രശ്നം എടുത്തിട്ടത്. ലാൽകുമാർ. അല്ല, ഇവിടെ നോക്കൂ, സാധാരണ ഇന്ന് ഞാൻ മറ്റൊരു ചർച്ചയിലിരുന്നപ്പം ഇതേ വിഷയം ഉയർന്നു വന്നതാണ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ വന്ന ഒരു റിബട്ടൽ, ഇവർ പറയുന്ന ഒരു റിബട്ടൽ, കടകംപള്ളിയുടെ കൂട്ടത്തിലുള്ള ഫോട്ടോ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ഫോട്ടോ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ഫോട്ടോ എങ്ങനെ വന്നു എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു പൊതുചടങ്ങിന് പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. അതെ, കടകംപള്ളിയുടെ ഫോട്ടോ കൂട്ടത്തിലുണ്ട്. ശരി, കടകംപള്ളിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഫോട്ടോ പോലെയാണോ സോണിയാഗാന്ധിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഫോട്ടോ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. കാരണം ഇപ്പം എനിക്ക് കടകംപള്ളിയെ നാളെ ഒന്ന് കാണണം. ഞാൻ അദ്ദേഹത്തിൻ്റെ PS-നെ വിളിക്കുക, അല്ലെ അദ്ദേഹത്തിനെ തന്നെ നേരിട്ട് വിളിക്കുക, സഖാവ് എനിക്കൊന്ന് കാണണമല്ലോ, ഞാൻ ഇന്ന സ്ഥലത്ത് കാണും, വരാം. പോകുന്ന വഴിക്ക് ഞാനൊരു സെൽഫി എടുക്കുന്നു. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. അതേ പരിപാടി ഞാൻ സോണിയാഗാന്ധിയുടെ അടുക്ക് നടക്കുമോ? സോണിയാഗാന്ധിയുടെ അടുക്ക് രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ നടക്കത്തില്ല. രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ നടക്കത്തില്ല. സതീശൻ വിചാരിച്ചാൽ ഇപ്പം നടക്കത്തില്ല. കാര്യം KC വേണുഗോപാൽ സമ്മതിക്കണം. അങ്ങനെ നിൽക്കുന്ന ഒരാൾ വെച്ചാൽ ഏത് കാലത്താണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് എനിക്കറിയില്ല, ഏത് കാലത്തായാലും നമ്മൾ സമൂഹത്തിൽ ഏറ്റവും മോശം പ്രവൃത്തി ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പോറ്റി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ ആൾ, അതിൻ്റെ സൂത്രധാരന്മാരിലൊരാളാണ് അയാൾ. അയാളുടെ അയാളുടെ പ്രീസിഡൻസ് നല്ലതല്ലല്ലോ. അല്ല, അതെന്തായാലും നല്ലൊരാളാകാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ. അയാൾ എങ്ങനെ ഇവരുമായി ബന്ധപ്പെട്ടു, ഇവർക്ക് എങ്ങനെ ഇവരുമായിട്ട് ബന്ധമുണ്ടായി, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ സോണിയാഗാന്ധിയിലേക്ക് ഇവരെത്തി, സോണിയാഗാന്ധി ഇവർ ചെന്ന് പറഞ്ഞപ്പം ഈ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്തിന്, ഏതടിസ്ഥാനത്തിൽ അവർ ചെയ്തു? ഈ ചോദ്യം സമൂഹത്തിൽ ചോദിക്കപ്പെടേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് സ്വർണ്ണക്കൊള്ള നടത്തി സ്വർണ്ണം മൊത്തം കൊണ്ട് സോണിയാഗാന്ധിക്ക് കൊടുത്തു എന്നല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒഴിയാൻ പറ്റില്ല. നമ്മൾ സ്വർണം കൊണ്ട് സോണിയാഗാന്ധിക്ക് കൊടുത്തു എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ശബരിമലയിലെ സ്വർണം കൊള്ള നടത്താൻ ശക്തിയുള്ളൊരു മനുഷ്യൻ എങ്ങനെ ഈ പറയുന്ന 2 MP-മാരുടെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയുടെ അടുക്ക ചെന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി കോൺഗ്രസ് പറയണം. അത് പറയാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് ഒരിക്കലും അതിന് മറുപടി പറയത്തില്ല. കോൺഗ്രസ് അത് സോണിയാഗാന്ധിയുടെ അടുക്ക ആർക്ക് വേണേൽ കാണാമല്ലോ എന്ന് ചോദിക്കുന്നു. സോണിയാഗാന്ധി ആർക്ക് വേണേൽ കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നാളെ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കേ, എനിക്ക് സോണിയാഗാന്ധി ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. VD സതീശനെ അവിടെ കയറ്റത്തില്ല. ഇതാണ് സത്യം. നമ്മൾ എത്രയോ വാർത്ത കണ്ടതാണ്. അനുമതി നിഷേധിച്ചു. ഈ പറയുന്ന YSR കോൺഗ്രസ് പറഞ്ഞൊരു സാധനം തന്നെ ആന്ധ്രാപ്രദേശിലുണ്ടായ സോണിയാഗാന്ധി ആക്സസ് കൊടുക്കാൻ ഞാൻ ഓർത്തു പിണറായി വിജയൻ അതുകൂടെ പറയുമെന്ന്. YS രാജശേഖർ റെഡ്ഡിയുടെ മകന് സോണിയാഗാന്ധിയെ കാണാനുള്ള പെർമിഷൻ നിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞതാ. ഹിമന്ത ബിശ്വാസിനെ, അതെ, അസം മുഖ്യമന്ത്രി ഹിമന്ത, അല്ലല്ല, മുഖ്യമന്ത്രി, അതെ, മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് YSRന്റെ കോൺഗ്രസ് പാർട്ടി അവിടെ ഇല്ലാതായി, ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായി പോയത് എന്താണ്? YSR മരിച്ച ശേഷം YSRന്റെ മകനെ കോൺഗ്രസിൽ നിന്ന് YSR കോൺഗ്രസ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. അതിന് കാരണം എന്താ? സോണിയാഗാന്ധി ആക്സസ് കൊടുത്തില്ല എന്നുള്ളതാണ് മെയിൻ കാരണങ്ങളൊന്ന്. അങ്ങനെയുള്ള ഒരു സ്ഥലം, അങ്ങനെ അതൊരു ചെറിയ കാരണമല്ല. പിന്നെ അടുത്തത് വ്യക്തമാക്കിയിരുന്നു ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്.
പറയൂ സാർ ധൈര്യമായിട്ട് സാറിന് ഞാൻ ഉറപ്പായിട്ടും വഴങ്ങും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന YSR പാർട്ടിയുടെ നേതാക്കൾക്ക് സോണിയാഗാന്ധിയെ കാണാൻ പലപ്പോഴും അവസരം കിട്ടിയിട്ടില്ല. ഹിമന്ത് ബിശ്വ ആസാം മുഖ്യമന്ത്രി, അദ്ദേഹം വേറെ BJP പോയതിന്റെ കാരണമായിട്ട് പറയുന്നു അതാണ് മുൻ ആസാം മുഖ്യമന്ത്രി. അങ്ങനെ പലരും സോണിയാഗാന്ധിയെ കാണാൻ പറ്റാതെ പോയി എന്ന് പറയുന്നു. പക്ഷെ അതേ സോണിയാഗാന്ധി ഏറ്റവും കൂടുതൽ തവണ കണ്ട ആളുകളുടെ പട്ടിക എടുത്താൽ എനിക്ക് തോന്നുന്നു ഒന്ന് ഹർകിഷൻ സിംഗ് സുർജിത്തിനെയാണ്, മറ്റൊന്ന് ജ്യോതി ബാസുവിനെയാണ്. അതെ, അപ്പൊ അവർക്ക് ആവശ്യമുള്ളവരെയൊക്കെ കാണുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഈ ഏത് സോണിയാഗാന്ധി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ആവശ്യവരെയൊക്കെ കാണുന്നുണ്ട്. പോറ്റി ആയാലും ഗോവർദ്ധൻ ആയാലും ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ്. അതെ, മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ശരി, അതായത് ശരിയായ നിലപാടുകൾ എടുക്കുന്ന, ശരിയായ കാഴ്ചപ്പാടുള്ള ആളുകളെ കിട്ടി. ഒന്ന് വേഗത്തിൽ അവസാനിപ്പിക്കും. അത്രയേ ഉള്ളൂ. ലാൽ ഒന്ന് വേഗത്തിൽ പറഞ്ഞു വന്നത് പൂർത്തിയാക്കും. നോക്കൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഹർകിഷൻ കിങ് സുർജിത്തിനെ കണ്ടത്, നോക്കൂ, സോണിയാഗാന്ധിക്ക് ആവശ്യമുണ്ടെന്ന് അങ്ങനെ മാത്രമായിട്ട് ഞാൻ അതിനെ ചുരുക്കുന്നില്ല. UPA 1 എന്ന് പറയുന്നത് നമ്മളൊരു കോമൺ മിനിമം പ്രോഗ്രാം കൊണ്ടുപോയി, അതിനനുസരിച്ച് കണ്ടതാണെന്ന് വിചാരിക്കാം. അതുപോലെ അല്ല സാറേ പോറ്റി. അതാ ഞാൻ പറഞ്ഞത്, ഹർകിഷൻ കിങ് സുർജിത്ത് അതുപോലെ ഒരാളല്ല പോറ്റി. അതാണ് സാറിൻ്റെ വാദം തന്നെയാണ് എൻ്റെ വാദം. സാറിൻ്റെ വാദം തന്നെയാണ് എൻ്റെ വാദം. കാര്യം എന്നാ, ഹർകിഷൻ സിംഗ് സുർജിത്ത് മറ്റവരൊക്കെ കണ്ടുകൊണ്ടിരുന്നവരെ എങ്ങനെ പോറ്റി കണ്ടെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.